ഹായ്, ഈ കിച്ചൺ ലവർ എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാള മുളകിട്ടത് ആണ്. സാധാരണയായി ചാള വറുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചാള അല്ലെങ്കിൽ മത്തീനെ നമ്മൾ തേങ്ങ അരച്ച് വെക്കാറുണ്ട്. ഇന്ന് അതിന് പകരമായിട്ട് മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസം ഇത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മുളക് പൊടിയുടെ എരിവ് ഒന്ന് കുറഞ്ഞ് വരും. മാത്രമല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ 5 6 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ചാള 3 ചാള എടുത്തിട്ടുള്ളൂ. നല്ല നെയ്ച്ചാളയാണിത്. ശേഷം നമ്മുടെ മീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചി അങ്ങനെ വറുത്ത് പാകാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളിയും അതിനുശേഷം ചുവന്നുള്ളിയും ഇട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. റെസിപ്പി ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളകും മഞ്ഞളും ചേർത്ത തിളച്ച വെള്ളമൊഴിച്ച് മൂപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ മുളകിൻ്റെ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വറ്റി, വല്ലാതെ വറ്റി ഡ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് മുളക് വെന്ത് കഴിഞ്ഞ് ഒരു ചെറുതായിട്ട് വെളിച്ചെണ്ണ മുകളിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് അതുപോലെ അതിന് മുകളിൽ പുളിവെള്ളവും ഒഴിച്ച് നമുക്ക് അത് വേവാൻ വയ്ക്കാം. ഒരു 10-12 മിനിറ്റ് മതി, ചാള വെന്ത് കിട്ടും. മറിച്ച് ഇട്ട് വേവിക്കാവുന്നതാണ്. ചെറിയ സ്പൂൺ കൊണ്ട് അങ്ങനെ മീനിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേഗം തന്നെ 2 ഭാഗവും പാകത്തിന് വെന്ത് കിട്ടും. പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ച്, പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് നന്നായിട്ട് ഒഴിക്കാം, കുറവുള്ളവർക്ക് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇത് സാധാരണ കുടപ്പുളിയല്ല ഒഴിക്കുന്നത്, കുടംപുളിയല്ല. ഇത് നമ്മുടെ പിഴിപ്പുളി എന്ന് പറയില്ലേ, നമ്മൾ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ചാള വയ്ക്കുമ്പോൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുളിവെള്ളം കുറവാണെങ്കിൽ കുറച്ച് സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ആ മീൻ വേവാനുള്ള വെള്ളം നമ്മളതിൽ ചേർക്കണം. ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് കയ്യിൽ കൊണ്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് വേവിക്കാൻ വെക്കാം. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി വെന്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമായി കുറുകിയിട്ടുണ്ടാവും. ഒരു മീഡിയം തീയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെന്ത് ഇറക്കാറായ മീനിനെ നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് നല്ല വെളിച്ചെണ്ണയും മുകളിലൊഴിച്ച് എടുക്കാവുന്നതാണ്. ഇത് ചട്ടിയിലിരുന്ന് കുറച്ചും കൂടി വറ്റി കുറുകി പാകമാവും. അതുകൊണ്ട് വളരെ അധികം തിക്കാവാൻ നിൽക്കരുത്. ചട്ടിയിലിരുന്ന് ചാറ് ഒന്നുകൂടി വറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായോ? ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ പറയാൻ മറക്കരുതേ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.